സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഒരാൾ വരാനുണ്ട്. ശരി. മനസ്സിലേ? അളിയാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താടാ, സുഖല്ലേ? അങ്ങനെ പോണ അളിയാ. അളിയനേത് സുഖല്ലേ? ഞാൻ ഇത്തിരി പെട്രോൾ അടിച്ചിട്ട് വരാം. കടൽ കടന്നെത്തുമീ കാറ്റിൽ ഉടൽ ഉരുകുമൊരു നീറ്റൽ വഴികളിൽ പാതി വഴികളിൽ ഈ നിഴലും മൂകമാ. കടൽ കടന്നെത്തുമീ കാറ്റിൽ ഉടൽ ഉരുകുമൊരു നീറ്റൽ. വെയിൽ പൂവുകളെ തണ്ടുവാടി നൊന്ത വ്യഥകളിൽ പുതുനാമ്പുകൾ വിടരുമോ? കടൽ കടൽ കടന്നെത്തുമീ കാറ്റിൽ ഉടൽ ഉരുകുമൊരു നീറ്റൽ വഴികളിൽ പാതി വഴികളിൽ ഈ നിഴലും മൂകമാ. ഷൗക്കത്താണുള്ളത്. കേറിട്ട് പോകും. ഇല്ലളിയാ, കളിയുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്ത് കോലാ ഷൗക്കത്തേത്?
ഇങ്ങനെ കുറച്ച് ആളുകൾ വന്നു പോകാറുണ്ട് റഷീക്ക. അവരാരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളൂ. അമ്മ എന്റെ പുള്ളിയാണുള്ളത്. ആകെ ക്ഷീണിച്ചു പോയില്ലോടാ. ബാപ്പ എന്തി? ബാപ്പ തങ്ങളുടെ അടുത്ത് പോയേക്കാ. വാ. എന്തിനാണ് കറിയണേ? ഞാൻ വന്നില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചു മതിയായിക്ക. നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്താണ് കാര്യം? പരിചരിക്കണമെന്ന് പഠിപ്പിക്കേ. നിന്റെ കാലം ഓക്കെയാ? ആ ഓക്കേടാ, നല്ല സുഖമുണ്ട്. ആണല്ലേ, നന്നായുള്ളൂ. നിന്റെ കയ്യിലിരിപ്പിന്റെ അല്ലേ? നല്ല കളിക്കാരാകുമ്പോ കാലിന്റെ ലിഗമെന്റ് ഒക്കെ പൊട്ടി. അതെങ്ങനെയാ? മറ്റേ ഓപ്പോസിറ്റ് പ്ലെയറിന്റെ കാലിന്റെ ഇടയിലിട്ട് അവൻ കാലേറ്റു. എന്താണ് നമ്മളെ വിട? നിനക്ക് ഈ സാധനം മണപ്പിക്കാനെങ്കിലും പമ്പി കയറ്റി കൂടെ? തള്ളിയല്ലേ? തല്ലിയോന്ന്? ആ ഇവിടെ ഉണ്ടായിരുന്നാ? എന്തായി? എന്താവാൻ? അളിയും വന്നിട്ട് നമുക്കൊന്നുമില്ലടേ. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോ ലിസ്റ്റായിട്ട് വീട്ടിലാക്കുവാ. ആണോ? ഇവന്റെ ഇപ്പൊ കിട്ടി തന്നെ. ഹലോ. ആ എടാ അൻസു, നീ എന്താടാ കേറാതെ പോയത്? കഷ്ടം കേട്ടോ, ഞാനിവിടെ ചായയൊക്കെ എടുത്ത് വെച്ചായിരുന്നു. അമ്മായി. എടാ ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. ഇപ്പൊ വിളിക്കാം. ഓക്കെ ഓക്കെ എടാ. ഇക്ക 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 ദേ അമ്മായി. ദേ അമ്മായിന്ന്. വലൈക്കും സലാം. ഇത്ത ഒറ്റയ്ക്കാ വന്നേ? ആടി അല്ലാണ്ട് പിന്നെ ആരും. ഞാൻ ഒന്ന് മുടി വിട്ടിട്ട് വരാം. അല്ല ഇക്ക ഷൗക്കത്തിന്റെ അവനെവിടെ ഉണ്ടായിരുന്നല്ലോ. പണ്ടോറങ്ങാൻ ഉറങ്ങിയിട്ട് 5-6 ദിവസമായി. അവനെങ്ങോട്ട് പോയേ? പുറത്തു പോയേക്ക. അമ്മായി ഇപ്പൊ വന്നു. ഞാൻ വന്നിട്ട് 10-70 കൊല്ലായി മോളെ. ഞാൻ ചായ എടുക്കാം. ഫാരിഷയുടെ വിശേഷം എന്തുള്ളൂ? അവക്ക് സുഖാണ്, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായി. അതെ, അടുത്ത ആഴ്ച അമ്മേന്റെ മോളുടെ കല്യാണത്തിന് വരും. കല്യാണം വിളിച്ചിട്ടില്ലേ? വിളിച്ചിട്ടുണ്ട്. എന്തോന്നാ കൊടുക്കണേവോ? മൂത്തതിന് 30 കൊടുത്തേ. ഇവൾക്കൊരു 50 കൊടുക്കുമായിരിക്കും. അച്ഛനില്ലേ ഇവിടെ? തങ്ങളെ കാണാൻ പോയേക്കാം. ഞാനും കുറേ ദിവസമായി തങ്ങളുടെ അടുത്തൊന്ന് പോകണമെന്ന് നിർത്തിയിരിക്കണേ. ഒരു കാര്യം ചെയ്യ്, അടുത്ത ആഴ്ച നമുക്ക് 2 പേർ കൂടി ഒരുമിച്ച് പോവാം. ആ, നല്ല പൊരിച്ചുള്ള തങ്ങളാണ്. അതെ അതെ. ഷൗക്ക് വന്നിട്ട് അമ്മായിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അമ്മായിനെ മറന്നുപോയാ? എന്നിട്ടാ പരിപാടി? അതുകൂടി പറയാൻ അങ്ങോട്ട് വന്നു. ആ അമ്മേ, സുഖല്ലേ? സുഖാണ്. മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ്. ആ സുമിയും ഉമ്മയൊക്കെ സുഖമായിരിക്കണ? അവർ സുഖമായിരിക്കണം. സുമി ഇടയ്ക്ക് വിളിക്കുമ്പോൾ അമ്മയുടെ വിശേഷം പറയാറുണ്ട്. ഡാ, ഇതിൻ്റെ 2ാമത്തല്ലേ? ഡാ ഇവിടെ വാ. അലക്കല്ലേ, അലമ്പായിട്ടിരിക്കുകയാണ്. വില്ലനാണല്ലേ അവൻ്റെ കാര്യം. എന്നാ ശരി. ആ ഇപ്പം എവിടെയുടെ പണി? പോഞ്ഞാശ്ശേരിയിൽ. എന്തേ, നീ വന്നണ്ടാ? അല്ലാതെ രക്ഷയില്ല മോളെ. ഉച്ചയുണ്ടാക്കല്ലെന്ന് പറഞ്ഞില്ലേ? വർത്താനം പറഞ്ഞാൽ കേൾക്കാൻ പാടില്ലേ? അവള് കളിക്കട്ടാ. ഇപ്പോഴെങ്കിൽ പിന്നെ എപ്പോഴാ? ലക്ഷ്മി എന്തി? അവിടെ ഉണ്ട്, വിളിക്കണ? ഏയ് വിളിക്കണ്ട, വല്ല പണിയിലായിരിക്കും. കുട്ടയം ഇറങ്ങട്ടാ, ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ.
മതി. അവനെന്താ പറഞ്ഞ? ഇനി പോണ്ട. അവൻ ഉച്ചയ്ക്ക് പോയതാണ്, ഒന്നും പറയാൻ പറ്റിയില്ല. അല്ല, ഇനി എന്തിനാ പോയിട്ട്? ശരിയാ. പാപ്പാ, എന്താ പാപ്പ? പാപ്പ മരുന്നും കഴിക്കാറില്ലേ? നീ എവിടെയായിരുന്നു? ഞാൻ നമ്മുടെ കുട്ടൻ്റെ അടുത്തുനിന്ന് പോയതാ. വല്ല കഴിച്ചാ? ഡേ, മോനെ ചോറെടുക്ക. ഇല്ല, വാപ്പ കഴിക്കും. വേണ്ട ബാപ്പേ, വാപ്പ കഴിച്ചു കഴിഞ്ഞു. ഉമ്മ, എനിക്കും കഞ്ഞി മതി. ചോറെടുക്കാടാ. വേണ്ട ഉമ്മ, കഞ്ഞി വെച്ചിട്ട് കുറേ നാളായി. എത്ര നാളായില്ലേ ഇങ്ങനൊന്ന് കിടന്നിട്ട്. ഇക്ക ജയിലിൽ കിടന്നപ്പോ പോലീസുകാരെ തല്ലിയോ? അവിടെ അങ്ങനെ ഒന്നുമില്ലടി. 2 മാസം ജയിലിൽ കിടന്നു. 1 മാസം റമദാനായതുകൊണ്ട് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. പിന്നെ പെട്ടെന്ന് കയറി പോരാനും പറ്റിയില്ലേ. പിന്നെ നാളെ ചോറെടുത്ത് വെക്കണം കേട്ടോ. നാളെ തൊട്ട് പണിക്ക് പോകണം. 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയപ്പോരെ? ഈ 2 മാസം റെസ്റ്റ് തന്നെ ആയിരുന്നില്ലടി. ഇനി എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? എല്ലാം കഴിഞ്ഞില്ലേ. നീ ആ ലൈറ്റ് ഓഫ് ചെയ്യും, വാ കിടക്കാം. നേരത്തെ പോകണ്ടല്ലേ. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വമ്പോടെ വന്ന് ഈ വെള്ളം കൂടിച്ചാട്ടെ. ഈ താരിക താനിതാപ്പ. ഹലോ, ചാർജ് തീർന്നോള. എങ്ങനെയുണ്ട് കട പാട്ട്? ഒന്ന് കടന്നുകൂടിയ മുറ്റത്തുനിന്ന്. അവള് വന്നേക്കാണ്. ദാസേട്ടന്റെ പാട്ട് മാത്രമേ കേൾക്കുള്ളൂല്ലോ, കട പാട്ടിന് മാത്രമേ കുഴപ്പമുള്ളൂ. സഹൃദയരെ, ചാർജ് പോയത് പ്രമാണിച്ച് ഇക്കാടെ ഫ്രീ ഗാനമേള നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാ. എന്റെ ഒരു കാര്യം. ഇരിക്കേ. നീ എന്തുട്ടാടിയുള്ള ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവള്ള. ഇതിന്റെ മോള് എവിടെയുണ്ട്, പോയി ചോദിക്കി. ഉമ്മ, എങ്ങനെ വന്നു? ഓട്ടിക്ക അൻസു ചായ നിൽക്കാൻ എടുക്കാം. അതെ, ആ പാലെടുക്കാൻ നിൽക്കണ്ടാട്ടാ, തങ്ങള് വരുമ്പോ കൊടുക്കാനുള്ളതാ.
ചേട്ടാ ആ എന്തായി പോസ്റ്റായാ? ഹേയ് പതുക്കെ ഉരക്കടാ മോനെ, ചായ കുടിക്കാൻ പോകാനുള്ള പതുക്കെ ഉരച്ചാ മതി. ആ മുതലാളി കണ്ടിട്ടാ വരച്ചോടാ, വരച്ചാ നന്നായിട്ട് വരച്ചാ. ഷൗക്കത്താ നല്ല ഉഷാറല്ലേ? പിന്നെ ആ പഴയ വെളുപ്പിക്കലങ്ങ് തുടങ്ങാം നമുക്ക്. ഇതാരാ? നമ്മുടെ പുതിയ പണിക്കാരനടാ. തമിഴാ? ആമണേ. ആ അമ്മയെ പോലെ തന്നെയാ പണി. അപ്പൊ നടക്കട്ടെ, പോയിട്ടോ. എന്റെ പ്രിയ ഭർത്താവോ. ഇതാ, ഈ വീട് ആരുടെയാണെന്ന് അറിയാമോ? നമ്മുടെ കോശിയുടെ. അണ്ടിക്കള്ളം കോശിയുടെ? ആ അവൻ എന്ത് കേട്ടിട്ടാന്ന് എനിക്കറിയില്ല. സംഭവം സെറ്റപ്പ്. നമുക്ക് ജോലിയായി. നീ ആ മൻസൂർ അല്ലേ? അതെ. നീ കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞ് അമേരിക്ക പോന്ന് പറഞ്ഞിട്ട് എങ്ങനെ പാനാക്കാ? അവിടെ എല്ലാരും വെടിവെച്ചിടല്ലേ? എന്ത് സംഭവം ശരിയടാ. ഇവനെ കണ്ട ആർക്കാണെങ്കിലും വെടിവെച്ചിടാൻ തോന്നൂലേ? എനിക്ക് തന്നെ എത്ര പ്രാവശ്യം തോന്നിയത്. എൻ്റെ വീതി. ഈ കാക്ക അവിടെ എത്ര ശമ്പളം ഉണ്ടായിരുന്നക്കാ? ഷൗക്കു ഒന്ന് പറഞ്ഞു പറഞ്ഞ. അവനിപ്പോ അമേരിക്കയിൽ നിന്ന് സൗദിയിലോട്ട് ചാടാൻ നിൽക്കുക. പറഞ്ഞപ്പോ ചൊറിയുണ്ടല്ലേ? ഒന്ന് പറഞ്ഞേക്കാ. ഒരു 10,500 റിയാൽ ഉണ്ടാവും. 10,500 റിയാലിന് ഇന്ത്യൻ കാശ് എത്രയാക്കാ? അതുകൂടെ പറഞ്ഞു കൊടുക്കും. ഇന്ത്യൻ മണി 30,000 വരും. 10,000-40,000 രൂപ ഭായിമാര് ഇവിടെ ഉണ്ടാക്കണ്ട്. പിന്നെ ഇതിനെ കൈമറ്റി അങ്ങടേക്ക് പോണേ? നീ പറഞ്ഞതൊക്കെ ശരിയാ. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, അതാണ് ഗൾഫ്. എടക്കടാ ഒന്നും മിണ്ടാണ്ടിരുന്നടാ. 2 റക്കത്തൊന്നും ഉറങ്ങട്ടടാ. ഷൗക്കത്ത് ഇപ്പോൾ സ്മോക്കിംഗ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഷൗക്കത്തിന് സ്ഥിരം നാട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് മരുന്നും മറ്റു കാര്യങ്ങളും അത് ശ്രദ്ധിക്കുക. ഒരു 3 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരൂ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് നടത്താം. എൻ്റെ ഈ പ്രശ്നം കാരണം നിന്റെ ആഗ്രഹം കൂടി നടക്കാതായില്ലേ? ഇനിയൊക്കെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതിട്ടാ. ഞാൻ ഓർത്തപ്പോ നീ വാ, ഒന്നും വിചാരിക്കണ്ട. ഒരു ചുവടിൽ അമരും മൺതരികളിൽ ചെറുതിരയിൽ ഉടയും നീർക്കുമിളകളിൽ നിറകുടങ്ങളേന്തും കനവിടങ്ങളിനിയും വിരിയുമോ ഇരപകലുകളേ. ഇക്ക ചോറ്. ആ തെങ്ങ് കയറുന്ന സോമജന്റെ അടുത്തൊന്ന് വരാൻ പറയണേ. ഡേ പഞ്ചസാര തീർന്നിട്ടാ. വൈറ്റ് പോയിസൺ അത്ര നല്ലതല്ല. ചായ കുടിക്കുമ്പോ ഇത് തന്നെ പറഞ്ഞാ മതി. ചായക്ക് മധുരം വേണം. ഡേ ഹെൽമെറ്റ് വെച്ച് പോട്ടാ. ശരി. അപ്പോ വലിയ ഉസ്താദിനെ 1500 രൂപ കൊടുക്കണം. 1500. കൊച്ചുസ്താദിന് 1000 രൂപ കൊടുക്കണം. ഇനി മുല്ലാക്കായാണ്. മുല്ലാക്കാക്ക് ഒട്ടും കുറിക്കാൻ പറ്റില്ല. പുള്ളി നേർച്ച ഉറക്ക ചെല്ലണതാ. 750 രൂപ വയ്ക്കണം. 750. ഇപ്പൊ എല്ലാവർക്കും ആയിരുന്നു.
ഡീ നീ ഇങ്ങോട്ട് മാറി. അശുദ്ധിയിലായിരിക്കുന്ന സമയത്തേ അതൊന്നും തൊടാൻ നിൽക്കണ്ട. ഒന്നാമത് നേർച്ചയുടെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് പിടിച്ചേടാ. അവസാനം പാത്രം കഴുകാൻ ഞാൻ തന്നെ വേണം. അതിന് ഈ അശുദ്ധിയൊന്നും പ്രശ്നമല്ല അല്ലേ? വലിയ ഉസ്താദിന് 1500 രൂപയാ. ഓ അത്രയും വേണ്ട, 1000 മതി. ഒരുപാട് കൊടുത്താൽ ആർത്തി കൂടുമില്ല കാക്ക്. 200 മതി. എല്ലാ ദിവസവും ഇതുപോലെ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ പണിക്കൊന്നും ആമീൻ ആമീൻ ആമീൻ. ആ കുട്ടാ, ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടാ. എന്ത്? ഹോസ്പിറ്റലിൽ പോകണം. നാളെ നീയും ഇല്ല, അബ്ബാസ്ക ഇല്ല. ഞാൻ ആകെ ചുറ്റിപ്പോയില്ലൂടാ. അബ്ബാസ്ക്കൊക്കെ എന്താ? അബ്ബാസ്കർ മോളെ 4 അല്ലേ? പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, അറിയാലോ. നിന്റെ കൗണ്ടിന്റെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? ഇല്ലാന്ന്, ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാം ശരിയാവൂടാ. ബാലോബാഷി तुमने प्रेमी तू बालोबाशिनो वो शौकत इधर है, ऊपर है. विलकी विलकी. हाँ जल्दी जल्दी. हाँ തകിടിന്റെ തേക്കാണല്ലോ. നീ ഗൾഫിൽ നിന്നൊക്കെ ഞാൻ അറിഞ്ഞ്. നമ്മളൊന്നും വിളിക്കാൻ നേരമില്ലല്ലോ. എൻ്റെ പൊന്നിക്ക, ഇന്നലെ വന്ന് ഇന്ന് പണിക്ക് കയറി, അതാണ് അവസ്ഥ. എന്താ അത്യാവശ്യമായിട്ട്? ഒരു കിടിലം പരിപാടി ഒന്നുണ്ട്. ഞാനില്ല, നമ്മൾ വിട്ടേക്ക്. പെടക്കലടാ പറയട്ടാ. ഒരു വണ്ടി ഉണ്ട്. ഏത് വണ്ടി? ഐട്ടണേ 1.5 ലക്ഷം രൂപ കൊടുത്ത് നമ്മുടെ അടുത്തുള്ള ഒരു പയ്യൻ പണയത്തിനെടുത്ത വണ്ടിയാണ്. ആ പയ്യനാണെങ്കിൽ ഇപ്പം ആകെ പൊളിഞ്ഞേക്കാണ്. ഇപ്പൊ 30,000 ഇറക്കി കഴിഞ്ഞാൽ 60 രൂപയുടെ കയ്യിലിരിക്കും. ഇക്ക പറഞ്ഞ സംഭവമൊക്കെ മനസ്സിലായി, പക്ഷെ ഇപ്പം എന്നെ കൊണ്ട് കൂട്ടി കൂടില്ല. പൊന്നാര ചൗക്കത്തെ, നീ ഗൾഫിൽ വന്നിട്ട് ചുമ്മാ തമാശ കളിക്കില്ലേ? അറിയാലൊക്കെ പൊട്ടിക്കുന്നേ. ഇക്ക ഞാൻ ഹക്കായിട്ടുള്ള കാര്യം പറയണത്. എന്നാ പെണ്ണുമ്പഴ സ്വർണ്ണം കൊടുത്ത് വല്ലതും പണയം വെക്ക്. വെറുതെ ഒന്നല്ലല്ലോ, ലാഭം കണ്ടേസല്ലടാ. എൻ്റെ ഇക്ക അവളുടെ കൈ കിടക്കണ ആകെ ഒരു വളയാണ്, അതുകൂടി വിറ്റിട്ട് അത് ശരിയാവില്ല. ചൗക്കത്തെ 10-25 കൈ കിട്ടുന്ന കേസാണ്. വിട്ട് കളയലേട്ടാ. ഞാൻ പോക്കട്ടെ, വേറെ കുറച്ച് പരിപാടിയുണ്ട്. അസ്മത്താ, ഇത്തോ ഇത്താ. ആരത്? ആ എന്താടി പോന്നെ? ഒന്നുമില്ലാത്ത അസംകുട്ടിക്ക് ഇല്ല ഇവിടെ. ഇക്കകത്തുണ്ടല്ലോ. എന്തിയേ? ഈ പുള്ളേനെ ഒന്ന് മന്ത്രിക്കാനാ. കിടക്കപ്പായല് മൂത്രം ഒഴിക്കലാന്നേ. 10 വയസ്സായില്ലേ താ. ഇന്ന് മാറും നാളെ മാറും എന്ന് ചോദിച്ചാൽ മാറണില്ലെന്നേ. ഞാൻ ഇക്കാനെ വിളിക്കാം, നീ അകത്തേക്ക് വാ. ആ സുമി, എന്താടി കറിക്ക്? ഒന്നുമില്ല ചേച്ചി, സാമ്പാറാ. അതെ ലക്ഷ്മി ചേച്ചി, ഓള് കിടക്കുന്നതിന് മുമ്പേ വെള്ളം കുടിപ്പിക്കല് കുറയ്ക്കുക, എന്നിട്ട് മൂത്രം ഒഴിപ്പിച്ച് കിടത്തിയാൽ മതി. കുറച്ച് ദിവസം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, തനിയെ മാറിക്കോളൂ. അല്ലാതെ ഇതിന് വേറെ മരുന്നൊന്നുമില്ല. ആണാ? ചരട് കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ മറന്നുപോയല്ലോ. അസ്മാ, ആ ചരടിങ്ങടുത്തേ വന്നേ. എത്രയിലാ പഠിക്കണം മോള്? 4th. അതെ, മെഡിക്കൽ കുട്ടിയാട്ടാ. ഇത് കെട്ടിക്കൊടുക്ക. ശരി. ഇനിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെല്ലേ.
إنك لا تخلف الميعاد. الله. وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع ذكر واشتروا ما بالغيب. ശ്രദ്ധിക്കുക, മുണ്ടക്ക വീട്ടിൽ ജബ്ബാറിന്റെ മകൻ അജ്മൽ മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. ഖബറടക്കം ഇന്ന് മുഹറിന് മുമ്പ് തെക്കേ മസ്ജിദ് ഖബർസ്ഥാനിൽ. ഇക്ക ഒന്ന് എഴുന്നേറ്റേ, ഒന്ന് എണീക്ക്. അതെ, കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നില്ലേ ജബ്ബാർക്കാടെ മോൻ, മരിച്ചു. ഇത്രയുള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല കേട്ടോ. സുമിത, വരണു. ആ ഷയന, നീ ക്ലാസ്സിൽ പോയതാ? അയാൾ എന്നെ ശല്യം ചെയ്യണ. ആ ചെക്കൻ പിന്നെ അവളെ ശല്യം ചെയ്യണോന്ന് ഒന്ന് ചെന്ന് നോക്കിയേ. നീ ടെൻഷനുണ്ട്, ഞാൻ ചോദിക്കട്ടെ? പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടാ. എന്താ നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? നീ എന്താ ഇവിടെ? ഇത് പൊതുവഴിയിലേക്കാ, ഇവിടെ നിൽക്കാൻ പാടില്ലേ? ഈ കൊച്ചിന്റെ പുറന്ന് ശല്യപ്പെടുത്തരുന്ന എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞില്ല. ശല്യപ്പെടുത്തണെന്നോ? ഇക്ക് എന്തൊക്കെ നീ പറയണേ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. സംശയം ഉണ്ടോ? ഒക്കെ ചോദിച്ചു നോക്ക്. ഷാന, ഇവിടെ വാ. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണല്ലോ ഇപ്പം പറയണത്. എന്താ സംഭവം? അല്ലോ, ഞാനും അറിയുകൂടിയില്ല. പന്നി, ഇനി ഞരമ്പ് രോഗം കൊണ്ട് കൊച്ചിന്റെ പുറകെ നിന്നെ കണ്ട നിന്റെ മൂട്ടുകാലി എന്തെങ്കിലും പിടിക്കും. കേടാ പന്നി, കേടാ. അസ്മോന്ന് കണ്ണടച്ചേ. എരിവ് വന്നണ്ട? ശരീരത്തിൽ പോച്ചിൽ വന്നണ്ട? തങ്ങളെ ഇനി പറ. മോൻ ഗൾഫിൽ പോയിട്ട് മെച്ചപ്പെട്ടില്ല. അവനിക്കാണെങ്കിൽ മക്കളും ഉണ്ടാവണില്ല. നേർച്ചകളായ നേർച്ചകളൊക്കെ നടത്തണുണ്ട്. പരമ്പരാഗതമായ വിശ്വാസങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് ഒരു അതബ് കേടാണ് അസ്മ. അതൊരു ബർക്കത്ത് കേടാണ്. പിന്നെ ഈ ചരട് മരുമോളുടെ അരയെ കെട്ടാൻ പറയണം. ഉടനെ തന്നെ ഒരു നേർച്ച നടത്തിക്കോ. ബർക്കത്തൊക്കെ തന്നെ ഉണ്ടായിക്കോളൂ. ശരി തങ്ങളെ. ആടി, നീ പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ മൂടിയില്ലേ? എത്ര? 90. അത് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും മേടിക്കണോ? ഇല്ലല്ലോ. ഓക്കെ. എന്താണ് ഒരു വള റോൾഡ് അലിയാര് പണി തന്നല്ലേ? ചെറുപ്പം തൊട്ടേ നിനക്ക് അവനെ അറിയാവുന്നതല്ലേ? ഉടായ്പിൻ്റെ ഉസ്താദാണവൻ. ഈ ലോകത്ത് അവനെ നീ മാത്രമേ വിശ്വസിക്കുള്ളൂ. എന്തായാലും ഇറങ്ങിപ്പോയില്ലടാ, നീ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും ഇങ്ങനെയൊക്കെ ചതിക്കോടാ. അലിയാരല്ലേ? മോളെ ഇത് എത്രയാ? 60 രൂപ. അതെ, ഞാൻ തങ്ങളുടെ അടുത്ത് പോയായിരുന്നു. അപ്പൊ തങ്ങള് പറയണത് പെട്ടെന്നൊരു നേർച്ച നടത്തണമെന്നാ. അതിനിപ്പോ പൈസ എവിടെന്നാടി? അതിപ്പോ അവളുടെ കൈമ ഒരു വളയില്ലേ, അതൊന്ന് ചോദിക്കി.
ഞാനെങ്ങനെയാടി ചോദിക്കുക? അതിപ്പോ കൈമ കിടന്നിട്ട് എന്താ കാര്യമുള്ളേ? നിങ്ങളത് ചോദിക്കുന്നേ. അതെ, ഇത് അവൾക്ക് അങ്ങോട്ട് കൊടുക്ക്. നിനക്ക് അങ്ങോട്ട് കൊടുത്താൽ എന്താ? ഞാൻ കൊടുത്താൽ മേടിക്കൂല, നിങ്ങൾ തന്നെ അങ്ങോട്ട് കൊടുക്ക്. എന്നാ അങ്ങോട്ട് കൊടുക്ക്. മോളെ, എന്താ പഠിക്കാറുന്നാ? പരീക്ഷയ അടുത്ത മാസാ. മോള് വാപ്പാക്ക് ആ വളയൊന്ന് തരുമോ? പണയം വെക്കാനാ, വേഗം അടിപ്പിച്ചേരാ. അല്ല വാപ്പ, അത് ഇക്കാക്ക് കൊടുത്തേക്ക. ഓ ആ, മോളിത് കെട്ടിക്കോ. ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ, അയാൾക്ക് എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. ഒന്നിൽ ഇയാൾക്ക് ഇവിടുന്ന് തട്ടി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളത് മനഃപൂർവ്വം ചെയ്ത. ആ പിന്നെ വാപ്പ വള ചോദിച്ചു, എന്നിട്ട് ഇക്ക പണയം വെച്ചേക്കാന്ന് പറഞ്ഞു. അവളോടാ വാപ്പ വളയൊന്നും ചോദിച്ചിട്ട് അവൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അവളുടെ വാപ്പയായിരുന്നെങ്കിൽ അവള് കൊടുത്തേനെ. അത്ര അത്യാവശ്യമായിട്ടാണ് വാപ്പ അവളോട് നാണം കെട്ടി ചോദിച്ചത്. അപ്പൊ അവള് തലമുറയുടെ അടി കയറ്റി വെച്ചു. ആ ഒളിപ്പിക്കലും വിറ്റ കണ്ടു കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ പറയാ. എന്റെ മോൻ പണിയെടുത്തുണ്ടാക്കിയ മുതലാ. നാണം ഉണ്ട് അവക്ക്, നാണം. എന്റെ വാപ്പ കബറി കിടക്കുകയാണ്. വാപ്പാക്ക് റോളിന്റെ വള കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇതെന്റെ കൈ കിടക്കുന്ന വിഷമാണെങ്കിൽ എന്തേ എന്താടി? ഉമ്മ എന്തെങ്കിലും പറഞ്ഞ? എന്തായാലും കരയാതിരിക്കേ. കരയല്ലേ, ഓട്ടെ. ഇല്ലിമുള്ള കാടുകളിൽ പാടി വരും. ആ, ഇന്നും ഉപ്പാപ്പാടെ ആണ്ട് കിടത്തി ഈ പന്നികളൊക്കെ കൂടി തീറ്റയാണ് തോണ്ടിരണേ. ഈ അറാമ്പറന്നൊക്കെ വേറെ ഒരു പണിയില്ലെന്നാ തോന്നണേ. പാണ്ടാറടങ്ങാൻ എന്റെ മൈക്ക് എന്തെഴുതണേ റംലോ. എടാ, ഈ കവർ എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കണം. വലിയുസ്താദിൻ്റെയും കൊച്ചുസ്താദിൻ്റെയും നോക്കി കൊടുക്കണം. പിന്നെ മുല്ലാക്കാടെ കാര്യം. ആ, അതൊക്കെ ഞാൻ ഏറ്റു മച്ചാനെ. മച്ചാൻ ധൈര്യമായിട്ട് അത് നേർച്ചയ്ക്കാണ് കയറി. ഈ കുടുംബത്തിൽ എനിക്ക്
ആകെ വിശ്വാസമുള്ളത് നിന്നെ മാത്ര. അത് പിന്നെ എനിക്കറിയാൻ പറ്റില്ല മച്ചാനെ. മച്ചാൻ അകത്തേക്ക് കയറി. റഷീദേ, നീ ഇറച്ചി കയറണം. ആ കയറ്. മോൻ കയറണല്ലേ? മച്ചാനെ, ആ ചോറ് മാത്രം എടുത്തേ മച്ചാനെ. പിന്നെ എല്ലാരും ചോറ് തന്നെ പായസം കുടിച്ചിട്ടുണ്ടോ? പാൻ മറന്നോലെ. ഇത്തവണ ചക്കൊക്കെ കഴിച്ചിട്ട് വലിപ്പം കുറവാണല്ലോ. മഴ കുറവായിരുന്നല്ല, അതായിരിക്കും. ഒന്നേ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു പോവോ? ചക്കയുടെ ആരും തീരുമാനമായാ? എന്തായി കിട്ടി തട്ട് എന്റെ വീതും ഞാൻ കൊല്ലും. ഞാൻ ഇയാൾ ഒറ്റയ്ക്ക് ഞാൻ വേണം. സുമിയ. എന്താ സുമി? ഒന്നുമില്ല. നിക്ക് തുറക്കട്ടെ. കുറച്ച് ചോറാ. അയ്യോ വേണ്ട. അത് വീട്ടില് നേർച്ചയുണ്ടായിരുന്നു, അതിന്റെ ചോറാ. അത് വേണ്ടാത്തോണ്ടാ. ഒരു കുഴപ്പമില്ല, ഭക്ഷണല്ലേ, ഇഷ്ടാവില്ല. ഒന്നുമില്ല, ഒരു നേരത്തെ ഭക്ഷണല്ലേ, കഴിക്കിത്ത. വരട്ടെ. നീ നേർച്ച പൂജ എന്ത് പണ്ടാരം വേണമെങ്കിലും ഇവിടെ നടത്തിക്കോ. മേലാലി ഈ വക പരിപാടിയായിട്ട് എന്റെ കുടുംബത്തെ കൊല്ലാന്ന് റാംബ്രമോനെ, നേരത്തെ ചോറ് വലിച്ചെറിഞ്ഞേക്കണ്. വല്ല കുസലമുണ്ടാന്ന് നോക്കിയവനെ. മന്ത്രവാദി വെല്ലുവിളി കളിക്കാൻ നിൽക്കണ്ട. താടി പിടിച്ച മുട്ട കുത്തിയാൻ പിടി ഞാൻ. ജമാൽക്കാടെ വീടായി പോയി, അല്ലെങ്കിൽ പന്നീനെ കത്തിച്ചാലേ ഞാൻ. എന്റെ പൊന്നാരൊക്കെ ഈ ആൾക്കാർക്ക് ഇവനോട് തലക്ക് സൗര്യമില്ല. അവനെ ഇറക്കി വിട്ട ഇറക്കി വിട്ടാ. ഒരു സ്പീക്കറും വെച്ച് 24 മണിക്കൂർ പാട്ടും പ്രസംഗാണ്. മനുഷ്യത്തിന് സൗര്യം തരണ്ടേ? എടാ, ആദ്യം നിന്റെ വീട്ടിൽ നീ സൗര്യം ഉണ്ടാക്കടാ. 24 മണിക്കൂറും നിന്റെ വീട്ടില് ഡാൻസും കൂത്തുമല്ലേടാ നടക്കണത്. എന്റെ പൊന്നു ജമാൽക്ക, ഞാൻ ഇടയ്ക്ക് 2-3 പാട്ട് കൂടെ പാടും. വമ്പുറ്റ ഹംസ റളിയല്ല. എന്ത് ഇതിന് കുഴപ്പമൊക്കെ? ഇവന്മാർക്ക് ഇതാണ് പ്രശ്നം. കുഴപ്പമുള്ളമാരല്ല പാകിസ്ഥാനിലേക്കും പോടാ. ഇത് ജനാധിപത്യ രാജ്യം ഉണ്ടാ, ജനാധിപത്യ രാജ്യം. ജനാധിപത്യ രാജ്യമൊക്കെ അവിടെ നിൽക്കട്ടെ, കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇത് എന്റെ വീടാണ്, എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ നേരമില്ല. അതുകൊണ്ട് രാവിലെ തന്നെ വീട് പൂട്ടി സ്ഥലം വിട്ടോളണം, കേട്ടാ? നീ ഉറങ്ങിയില്ലേ? ഒന്നുമില്ല, ഇക്ക കിടന്നു. കാലിനെന്താ? കുറച്ച് ദിവസമായി ഇവിടെ ഒരു വേദന. പിന്നെ ഇന്നത്തെ പിടിയും വലിയും കൂടി ആയപ്പോ കാല് മടങ്ങിന്ന് തോന്നുന്നു. കേട്ടെ, നീ എന്തെന്നിട്ട് പറയായിരുന്നേ? മരുന്ന് പിടിക്കാറുന്നല്ലോ. അയാൾ എന്തൊരു മനുഷ്യനാണിക്ക. ഇതിരി ചോറ് കൊടുത്തതിനാണോ? നീ അത് വിട്ടേക്ക്. നേരം വെളുത്ത അന്ത്യോളം ഒച്ചപ്പാടും ബഹളമാണ് ഈ വീട്ടില്. കടം മേടിച്ച് നേർച്ച നടത്തി പരണോർക്കും പോണോർക്കും വെച്ചും വിളമ്പി പണിയെടുത്ത് നടുവൊടിഞ്ഞ് ചാകാറായി. അവരെ തിരുത്തേണ്ട പ്രായം സമയമൊക്കെ കഴിഞ്ഞു.
പിന്നെ ഈ ചെയ്യുന്നതൊക്കെ നമുക്കൂടി വേണ്ടിയിട്ടാന്നല്ലേ പറയണത്. ഇക്ക പടച്ചോ വിചാരിച്ച ഈ ലോകത്ത് നടക്കാത്തായിട്ടൊന്നുമില്ല. പക്ഷേ അവനത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എത്ര നേർച്ച നടത്തിയിട്ട് ഒരു കാര്യമില്ല. പത്തിരി, ഇടിയപ്പം, മുട്ട, ബീഫ്. ഇന്ന് ഭയങ്കര സെറ്റപ്പാണല്ലോ അമ്മ. ഇന്ന് ഉസ്താദിന് ചെലവാണ്ട. ആ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ओ भाई हाँ सेटा वो ट्रेन कटिंग ओ भाई वो सही तोड़ा पूरा कटिंग हो इवने तो मलयाളം മക്കളെ മനസ്സിലാവില്ല ऊपर सेटा नीचे ആയിത്തോട്ടെ ഇങ്ങോട്ടാ ഇതാ സൈഡിലാലോ നിർത്ത്. എന്താണ് പരിപാടി? എന്താ ഒരു 2 ഓല കരിക്കണ്ണാണ് നിനക്ക് കാണാമല്ലേ? കരിക്കും മാങ്ങയൊക്കെ ഇടിക്കാ. അസമുട്ടിക്കോ ഒന്ന് പുറത്തേക്ക് വന്ന് അസമുട്ടിക്കാ. എന്താ ആ മോനെ വാപ്പേനോടാ അവിടെ? ഈ കാണുന്ന മരം ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാളോടാ. അതിപ്പോ വേറെ ആളാണല്ലോ വെട്ടറേ. ഇതെന്ത് തീവട്ടിക്കൊള്ളത്? മോനെ വാപ്പാനെ വിളിച്ചടാ, വാപ്പാനെ വിളിച്ചേ. നാട്ടിലെല്ലാവർക്കും വിറ്റാക്കാണ് വിളാവ്. പാപ്പാ അന്ന് ആരോട് ചേരും വന്നിട്ടുണ്ടല്ലോ. അയാൾ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഒന്നങ്ങോട്ട് ചെല്ല്. ഒന്നില്ലെങ്കിൽ വാപ്പ ചെല്ല്. അല്ലെങ്കിൽ ഞാനെന്താ പറയണ്ടെന്ന് പറ. നിനക്കെന്താ പ്രശ്നം? വാപ്പ നമ്മുടെ പ്ലാവ് 2 പേർക്ക് വിറ്റ് കാശ് വാങ്ങിച്ച. എന്താ ഒരു മരം 2 പേർക്ക് വിറ്റ് കാശ് വാങ്ങിച്ചോന്ന്? ആ ഞാൻ എന്റെ മരം 2, 3, 10 പേർക്ക് വിറ്റ് കാശ് മേടിക്കും. അതൊക്കെ ചോദിക്കാൻ നീ അവനൊക്കെ ആരാടാ? അതെന്ത് വർത്താനാണ് വാപ്പ പറയണത്? ഇത് ഞാൻ എങ്ങനെയാണോ പറയേണ്ടത്? ഈ വീട്ടിലെ കാര്യങ്ങൾ നീ അന്വേഷിക്കാറുണ്ടാടാ? മോനെ ലോകത്ത് മിണ്ടാണ്ടിന്നടാ. പൈസയുടെ കാര്യത്തിൽ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാം. നിങ്ങൾ ലേണ്ടുണ്ടാക്കലടാ. വാപ്പ ഞാൻ പണിയുന്ന കാശ് മുഴുവൻ ഈ വീട്ടിൽ തന്നെ ചെലവാക്കണത്. നീ ചെലവാക്കിയ കാര്യമൊന്നും പറയണ്ടടാ. ചെലവാക്കിയവൻ വാടാ നോക്കരെ, നമുക്ക് പാടാ. വാപ്പ ഓരോ കാര്യത്തിനും നേരും നെറിയുണ്ട്. ഓരോ പോക്കറ്റിനും ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. നീ എന്റെ നേരെ കഴിച്ചോണ്ടാ. കേറി അവൻ വാപ്പാടം ചെത്തേക്കാണ്. ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് തോന്നി പോലെ ജീവിക്കും. നീ ആരാ ചോദിക്കാൻ? വാപ്പ കാര്യം പറയുമ്പോ വെറുതെ കയ്യൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. നീ ആരാ? എടാ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും വേണ്ടി ഞാൻ നടത്തിയ നേർച്ചയ്ക്ക് കയ്യും കണക്കുമില്ല. ആയിരങ്ങൾ മുടക്കിയത് ആയിരങ്ങൾ. നിനക്കറിയോടാ നേർച്ച? ഈ ഒടുക്കത്തെ നേർച്ച അവളുടെ ഒടുക്കത്തെ ആവാനായിട്ട് അവള് വന്ന് കേറിയപ്പോ ഞാൻ കുടുംബം നശിച്ച് ഒരു തല്ലടിച്ചതിന് എന്തിനാ എന്നെ പറയണേ? എനിക്ക് മടുത്തു. ക്ഷമിച്ച് ഇനിയോട് എന്നാ ഭ്രാന്തായി പോവും. എങ്ങനെയും പോവാ. എനിക്ക് തടപൊട്ടിയ നോവിൽ ഇഴ പൊട്ടിയ പട്ടം ഇല പോയ ചില്ലയിൽ തേങ്ങി ചിരിമാങ്ങി ചുണ്ടിൽ ചിതയാളുമി നെഞ്ചിൽ മിഴിനീരിലോർമകൾ നീന്തി വഴിത്താരയിൽ കാറ്റും നിളവയിലും തഴുകാതകന്നു പിരിയാനൊരുങ്ങിയോ
കളിമൺകുടിലിൽ നിലവിൽ എരിയും കരളിൻ ചുവരും നനഞ്ഞുവോ ചുവടും തളർന്നുവോ ഈ മൗനങ്ങളിൽ ചോരും നിറമിഴിയും തിരയുന്നതാരേ തീരാഗതമായോ കണ്ടില്ലേ നീ കണ്ടില്ലേ വണ്ടി വന്നത്? ഞാൻ കണ്ടില്ല, ബാലൻസ് കിട്ടിയില്ല. സോറിയാ. നിങ്ങൾ എന്നെ കാണിക്കണേ? സോറി, ഞാൻ പറഞ്ഞില്ലേ മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. ഞാനതെന്നു ശരിയാക്കി തരാം. കൊണ്ടൊന്ന് കുത്തിക്കേറ്റിട്ട് ശരിയാക്കി തരാം. പോയടാ പോയടാ വണ്ടി എടുത്ത് പോടാ. എന്താ പറ്റിയ? मोहब्बत 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 പെണ്ണേ നിൻ കൺകോണിലും ചെഞ്ചുണ്ടിലും ഞാൻ കണ്ടു തേനൂറും മുഹബത്ത് 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 മൈലാഞ്ചി മുഞ്ചുള്ള മുഹബത്ത് 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 മഞ്ചാടി ചോപ്പുള്ള മുഹബത്ത് ഇഷ്കിന്റെ കൊട്ടാരമുറ്റത്ത് വന്ന് ഊതിന്റെ മണമുള്ള അറബി പെണ്ണേ നീ എന്റെ നെഞ്ചോരമൊട്ടുന്ന നേരം അകതാരിൽ വിരിയുന്നു ഫർഹത്ത് അവനെന്തേ? അകത്തുണ്ട് ഇക്ക. കെട്ടൊക്കെ നല്ല കാര്യമായിട്ടുണ്ടല്ലോ. ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? എന്താ പറ്റിയേ? ഇരിക്കടാ. ചായ എടുക്കാം. ഇതെവിടെ വെച്ചാ സംഭവിച്ചത്? നമ്മുടെ ആ തച്ചങ്കുന്ന് വളവില്ലേ, അവിടെ തിരിഞ്ഞപ്പോൾ ബൈക്ക് സ്കിഡായതാ. എന്നിട്ടിപ്പോ ഡോക്ടർ എന്താ പറഞ്ഞേ? ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ ഷോൾഡർ ഒന്ന് വിളിക്കിയതാ. 2 ദിവസം റെസ്റ്റ് എടുത്ത് മാറിക്കോളൂ. ഈ ഇടിച്ച പയ്യനെ നിനക്കറിയോ? എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ചാവടി. ഷൗക്കു, നീ എന്ന് പോലെ കള്ളം പറയാൻ തുടങ്ങിയത്? സംഭവം ഞാൻ അപ്പം തന്നെ അറിഞ്ഞു. ഗിരീഷ് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു.
അവൻ്റെ വീട് എവിടെയാന്നാ പറഞ്ഞേ? കുട്ടാ, ഇപ്പം തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് കൂടി. നീ അത് വിട്ടേ. ഞാനത് ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചാലടാ. അപ്പം നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ഇറങ്ങാണ്. എടാ വേണ്ട, ഇപ്പം അത്യാവശ്യമൊന്നുമില്ല. എന്നാലും ഇത് ഇരിക്കട്ടെ എന്ന്. നീ എവിടെ പോണു? ഞാൻ വീട്ടിൽ പോണു, അല്ലാണ്ട് എവിടെ പോനാ? ഇത് കേട്ടിട്ട് ഇരിക്കപ്പുറത്ത് വേണ്ടേ? പോട്ടെ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ആ വാപ്പാ, ഇരിക്കെ. ഇപ്പം എങ്ങനെയുണ്ട് മോനെ? കുഴപ്പമില്ല വാപ്പാ, കുറവുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇറങ്ങി പോരണ്ടായിരുന്നു. നിനക്കിങ്ങനെയൊക്കെ പറ്റിയെന്നറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. മനസ്സിലൊന്നും വെക്കണ്ട. ഞാനൊന്ന് ചാവക്കാട് വരെ പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ. വരുമ്പോൾ നിങ്ങളവിടെ ഉണ്ടാവണം. വാപ്പാ, ഉമ്മ ചായ എടുക്കണ്ട്. വേണ്ട മോളെ, പിന്നെ ആവാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാനെങ്ങോട്ടുമില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? അത് ശരി. അപ്പം നമ്മളവിടെ നാട്ടിറക്കി വിട്ടൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നാ? ഞാനൊന്നും മറന്നിട്ടില്ല, പക്ഷെ നമുക്ക് പോണം. ഞാനിവിടെ നിൽക്കുന്നതിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞേ? പാപ്പ ഒന്ന് വിളിച്ചിക്ക കണ്ടല്ലേ. ഇനിയും നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരുന്ന ഞാൻ പറഞ്ഞിട്ട് ഇക്ക വരാത്തേന്ന് ഉമ്മ പറഞ്ഞുണ്ടാക്കും. ഇനി അതും കൂടി കേൾക്കാൻ എനിക്ക് വയ്യ. ഇത്താക്ക് അറിയാൻ പാടില്ല. അവളുണ്ടല്ല, വിഷാണ്, വിഷം, ഭയങ്കര വിഷ. 24 മണിക്കൂറും റൂം അടച്ചിരുന്ന് ഈ കുണുകുണാന്ന് പറച്ചില്ല. അമ്മായിയാണല്ലോ. ഉണ്ടല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അമ്മായിപ്പെത്തി? ഞാൻ 2 ദിവസമായിട വന്നിട്ട്. എന്റെ തങ്ങള് പാപ്പ, എന്റെ പിള്ളക്ക് എന്താ പറ്റിയേ? കൈ ഒടിഞ്ഞോടാ? ഇല്ലുമ്മ, വീണപ്പോൾ കൈയൊന്ന് കുത്തിയതാ. ഇപ്പം ശരിയായി, വേറെ കുഴപ്പമൊന്നുമില്ല. വേറൊന്നും പറ്റിയില്ലേ? ഇല്ലമ്മ, ഈ മുട്ട് ചെന്നിടിച്ചപ്പോഴേ തൊലി കുറച്ച് പോയി, വേറെ കുഴപ്പമില്ല. മോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട. മോനെ തല്ലിയവന്റെ കൈ ഇനി പൊങ്ങൂല. അതിനുള്ള പണി ഉമ്മ ചെയ്തു വെച്ചിട്ടുണ്ട്. ജാഗ്രതയ്ക്ക് ഉമ്മ നേർന്നുണ്ട്. അമ്മായി ചായ കുടിച്ചു? ചായ കുടിച്ചു. എനിക്ക് അമ്മായിയോട് വലിയ സ്നേഹമൊന്നുമില്ല കേട്ടാ. നേരം വിളിക്കുമ്പോൾ തൊട്ടുള്ള ഹോട്ടലിൽ അമ്മായി വന്നു കയറുമ്പോൾ ഒരു സമയമാവും. ഞങ്ങളൊരു ദിവസം ഇറങ്ങാം കേട്ടാ. എന്റെ തങ്ങൾ പാപ്പ, എന്റെ മോനെ കാക്കണേ. ആമീൻ. ഹലോ, ആ റഫീഖ് പറയടാ. കോലിയളിയാ? പ്രാക്ടീസ് അല്ലേ? പാട്ടറിയില്ല. എന്നാ ഞാനോട് വരാം. ഉമ്മ ഞാൻ പോരാ. അമ്മായിയേ പോരാട്ടാ. അല്ലെങ്കിലും അവ പാവാടി. ഞാൻ വിചാരിച്ച മോൻ തന്നെയാണ് അവൻ. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ താ. നീ അവിടെ പോയി ആ ചരടും കിടത്തുണ്ടാ. സുമി, എന്താ അമ്മായി? മോളോട് ഇരിക്കി. അമ്മായി ഒരു കാര്യം പറയട്ടെ. ഞാനിവിടെ നിന്നോളാം. ഇവിടെ ഇരിക്കി.
അമ്മായി പറയണ മോള് ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ മോള് പാരിഷ ഇവിടെ മരുമോളായിട്ട് കയറി വരാൻ വേണ്ടി അച്ഛനും ആസ്മായി ഒരുപാട് കൊതിച്ചതാണ്. അപ്പൊ ഷൗക്കത്ത് നിന്നെ അല്ലാതെ കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞ് ഒരേ പിടിവാശിയും ബഹളമായിരുന്നു. അന്ന് അമ്മായി ഉണ്ടായുള്ളൂ, ഇന്ന് അമ്മായിയുള്ളൂ. അതുകൊണ്ട് അമ്മായി പറയണ മോള് തട്ടിക്കളയരുത്. കാരണവന്മാരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളെ മോള് തള്ളി പറയാൻ പാടില്ല. ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള മോൾക്ക് അമ്മായി പറയണ മനസ്സിലാവുമെന്ന് അമ്മായിക്കറിയാം. അതുകൊണ്ട് തങ്ങളുപ്പാപ്പാന്ന് വിചാരിച്ച് മോള് തരയിലേക്ക് കെട്ട്. മക്കളൊക്കെ തന്നെ ഉണ്ടായിക്കോളും മോളെ. ആശുപത്രി കൊണ്ടുപോയി എന്തോ ഒരു കാശാ കൊടുക്കണേ. ഇതുവരെ കുട്ടികളൊന്നും ആയില്ല. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത വല്ല കാര്യമുണ്ടോ? അതിനല്ലേ ഞാനിവിടെ ഇരിക്കണേ. അസ്മ ഒന്ന് പുറത്തേക്കുന്നേ. എന്താ മോളുടെ പേര്? സുമയ്യ. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? 7 വർഷമായി. അപ്പൊ കുട്ടികളൊന്നുമില്ല അല്ലേ? ഒക്കെ നമുക്ക് ശരിയാക്കാം, പേടിക്കണ്ടാ. പിന്നെ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ അറിയാലോ അല്ലേ? അടുത്ത ആഴ്ച ഒറ്റയ്ക്ക് ഉമ്മാനെ കൂട്ടാതെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇടതകൃതിത്തം ദിത്തം ദൈ താകൃതിത്തം ദിത്തം ദൈ താകൃതക താത്തി താ തകൃതാമില്ലത്തെ വട്ട് ചുറ്റുവട്ട് മിൽപ്പോം പുകൈനാർ പുരുഷരും മാട്ടങ്കലും പുകൈവാർ താത്തി താ തകൃതാമില്ലത്തെ അഹദത്തിലെ അലിഫലിഫില മഗമിയം അലിഫച്ചര പൊരുൾ ബിസ്മില്ല അരിമക്കലൈ കുത്തുബനുദിനം ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ല അഹദത്തിലെ അലിഫലിഫില മഗമിയം അലിഫച്ചര പൊരുൾ ബിസ്മില്ല അരിമക്കലൈ കുത്തുബനുദിനം ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ല ഉച്ചതാളം
തെറ്റിടാതെ പയ്യൽ തീരായത്തിൽ ഒത്തോരു മീത്ത് കളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റോരു വാക്ക് ഞാൻ തെറ്റിടാതെ ഹലോ എന്താടി ഏ പാപ്പാ എന്തേ ഒന്നുമില്ല, ഞാനൊന്ന് നമ്മുടെ തങ്ങളുടെ അടുത്ത് പോയതാ. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ ഉപ്പാപ്പ. ഞങ്ങളുടെ കടങ്ങൾ മാറ്റി തരണേ ഉപ്പാപ്പ. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ നൽകണേ ഉപ്പാപ്പ. ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ ഉപ്പാപ്പ. നൽകണേ ഉപ്പാപ്പ. ലോക ജീവിതത്തിൽ സുഖമായി ജീവിക്കാൻ തൗഫീക്ക് നൽകണേ ഉപ്പാപ്പ. ആരോഗ്യം നൽകണേ ഉപ്പാപ്പ. ഐശ്വര്യം നൽകണേ ഉപ്പാപ്പ. പ്രാർത്ഥനകളെ സ്വീകരിക്കണേ ഉപ്പാപ്പ. രോഗങ്ങളെ തൊട്ട് കാക്കണേ ഉപ്പാപ്പ. ഉപ്പാപ്പയോടൊപ്പം നാളെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ ഉപ്പാ. പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ ഉപ്പാപ്പയുടെ കഴിവുകളെ ഞങ്ങൾക്ക് വെളിവാക്കി തരണേ. ഇക്കാക്കെന്താ പറ്റിയ പിടിച്ചാൽ? ഇല്ല ഇല്ല, എനിക്കൊന്നുമില്ല, ഒന്നുമില്ല. വേണ്ട. വാപ്പാൻ ആരെങ്കിലും കൊണ്ടുവന്ന് പള്ളിയിൽ നിന്ന് രണ്ടുപേരും ഓട്ടോ അല്ല കൊണ്ടുവന്ന്. വാപ്പാ എൻ്റെ ഒരു സമാധാനത്തെങ്കിലും വാ. വാപ്പ ഒരു ഷർട്ട് എടുത്തിട്ടെ വാ, നമുക്ക് പോയിട്ട് വരാം. എനിക്കൊന്നുമില്ലടാ, ചെല്ലേ. വാപ്പാ എന്ത് വിഷമമില്ല എന്നെ അപ്പം അറിയിക്കണം. പറയാതിരിക്കരുത്. ആ മോനെ. ഉമ്മ ശ്രദ്ധിച്ചേക്കണേ. എന്തൊക്കെയോ പ്രശ്നമുണ്ട് അസ്മ. കന്നിമൂലയിലൊരു പ്രശ്നമുണ്ടല്ലോ സൂട്ടി. എന്താ പണിക്കരെ പ്രശ്നം? അവിടെ മുന്നൊരു തെങ്ങ് നിന്നിരുന്നില്ലേ? തെങ്ങ് നിന്നിരുന്നു. അത് തന്നെ പ്രശ്നം. തെങ്ങ് നിങ്ങളുടെ തെങ്ങായിരുന്നില്ല. അതെങ്ങനെ? അത് ഞങ്ങളുടെ കുടിയിലായിരുന്നല്ലോ. നിങ്ങളുടെ കുടിയിലായിരുന്നു, പക്ഷെ നിങ്ങളുടെ തെങ്ങായിരുന്നില്ല. നിങ്ങളുടെ കാരണവന്മാര് മൂമാപ്പള്ളിക്ക് നേർച്ച കൊടുത്തിരുന്ന തെങ്ങായിരുന്നു അത്. അതിൽ നിന്നുള്ള ആദായം നിലച്ചു തന്നെയാണ് ഈ കുടുംബത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. എന്താ പരിഹാരം? അതിനുള്ള ഞാനിവിടേക്ക് വന്നേക്കണേ. കുറച്ച് കടുങ്ങളെടുത്തേ. ഒരു തെങ്ങിന് കിട്ടുന്ന തേങ്ങയുടെ ആദായം കണക്കൂട്ടി മൂമാപ്പള്ളിക്ക് നേർച്ചയായിട്ടാണ് കൊടുക്കേ. അവിടെ ചെന്ന് ഉമ്മാക്കി കൊടുത്ത് അങ്ങോട്ട് പൊരുത്ത പിടിപ്പിക്ക്. അതോടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും. പിന്നെ എന്റേതായ ചെറിയ ക്രിയകളൊക്കെ ഞാനിവിടെ ചെയ്യാം. ഞാൻ കളം വരച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ അടുപ്പിലേക്ക് ഇട്ടേക്ക്. ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും. ധൈര്യമായിട്ട് പോയിക്കോ. എന്തൊക്കെ ഇവര് കാണിച്ചു വിടുന്നത്? പടച്ചോനിൽ വിശ്വസിക്കുന്നവർ ചെയ്യണ പണി വല്ലതുമാണ് ഇത്. എന്ത് പണ്ടറങ്ങിട്ട് കാണിക്കട്ടെ. കാരണന്മാരായി പോയില്ലേ, തല്ലി കൊല്ലാൻ പറ്റുമോ? അസ്സലാമലൈക്കും.
സ്വർണം ഇത്തിരി കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പം എന്ത് വിലയുണ്ട്? ഗ്രാമിന് 5560. അതെ, കൊടുക്ക്. വാ ഇറങ്ങ. എത്രയായി? ഒരു 100 രൂപ. ആ എല്ലാവരും എവിടെ? ദേ അപ്പുറത്തെ വീട്ടില് പുതിയ താമസക്കാര് വന്നിട്ടുണ്ട്. അല്ല, പഴയനേക്കാൾ വില കുറിച്ചാവോ? ഇവൻ അങ്ങനെയൊന്നുമല്ല, ഒരു കുഞ്ഞു ആവേണ്ടിക്ക. അതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒന്ന് കടയിൽ പോയിട്ട് വരെ. എടി സുമിയെ, 2 സവാള അരിയോടി. ചേട്ടൻ മേടിച്ചോണ്ട് വരാൻ മറന്നുപോയടി. അതിനെന്താ? മഴ പെയ്യോ ആവോ. ചേട്ടൻ മേടിച്ചോണ്ട് വരുമ്പോ തരാട്ടാടി. സാരല്ലേ ചേച്ചി. ആ പിന്നെ ബാപ്പ ഉണ്ട അവിടെ? ഇല്ല, യാത്രയില്ല. ആണാ? നീ പറഞ്ഞത് ശരിയാടി. കൊച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ? അവള് കിടന്നു മുള്ളലില്ലേ ഇപ്പോ? അത് ശരിയായി. ഇത്രയൊക്കെ ഉള്ളേ ചേച്ചി. ശരിട്ടാ. സൗഖ്യത്തില്ല മോളെവിടെ? മോളെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ആളെ പറ്റിക്കലാണല്ലേ നിങ്ങളുടെ പരിപാടി. എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അലിയാർക്ക് അങ്ങനെ പറ്റിക്കുന്ന ആളാണോ? സൗഖ്യന്തേ? എന്താ പോന്നേ? എന്താ വിശേഷങ്ങളൊക്കെ? അന്നേ ഒരു കാര്യം പറയട്ടെ. വാടാ. അതേ, നീ മനസ്സിലൊന്നും വിചാരിക്കരുത്. കാണാതെ നിങ്ങൾ ചത്തുപോയിന്നു. എടാ, നീ ഉദ്ദേശിക്കണമാരല്ല കാര്യങ്ങളിടുന്നത്. ആ റാമ്പറന്ന് ഇക്കാക്ക് നല്ല പണി തന്നടാ. വണ്ടി കൊണ്ട് എടുപ്പിച്ച ആകെ ഇടങ്ങേറായില്ലേ? അതിന് ജാമ്യം എടുക്കാൻ പറ്റ പാട് എനിക്ക് പടച്ചോന് മാത്രമേ അറിയൂ. ഒരു കാര്യം അലിയാർക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പക്കായിരിക്കും. നീ തന്നതിനേക്കാളും കൂടുതൽ കാശുണ്ട്. ഈ പൈസ മേടിച്ചതിന്റെ കാര്യങ്ങളെടുത്ത് അലിയാർക്ക് ഒരു ചതിനല്ലാന്നല്ലാതെ അറിയട്ടാ. നീ ഒന്ന് ചിരിക്കണ നോക്കത്തെ. പോട്ടെ മോളെ. ചേട്ടാ എല്ലാം ശരിയാവുന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അലിയാർക്ക് അങ്ങനെ പറ്റിയ ആളൊന്നുമില്ല. ഇതെപ്പോഴും കണ്ടാ മതി. നീയേ പെട്ടെന്ന് റെഡിയേ, നമുക്ക് എടുപ്പിച്ചിട്ട് വരാം. തണലിലകളിൽ കഥ പറയും കുരുവികളായി, മഴനൂലുകളിൽ നനഞ്ഞു തീരും പൂന്തളിരുകളായി, മധുനുകരും ശലഭമായി നിറമണിയും കനവുമായി ഈരാവിൽ ഈ വാനിൽ പറന്നിടാ. മിഴിയും പ്രണയാർദ്രമായി, തണലിലകളിൽ കഥ പറയും കുരുവികളായി, മഴനൂലുകളിൽ
നനഞ്ഞു തീരും പൂന്തളിരുകളായി മധുനുകരും ശലഭമായി നിറമണിയും കനവുമായി എവിടെ പോയി കിടക്ക? ഇത് എന്തുട്ടാടി കാണിച്ചിട്ടാണ്? നിന്നോട് ആരടി പറഞ്ഞ ഇങ്ങനെയൊക്കെ കാണിച്ചിടേ? നിനക്കൊരു ഏലസ് എന്നിട്ട് നീ കെട്ടിയോടി? എന്റെ മോനിക്ക് ഒരു കൊച്ചുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവള് തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയത്. അവിടെ അവള് വേർപ്പിച്ച്. അങ്ങനെ ഉമ്മ പറയണ കേട്ട് വല്ല തങ്ങന്മാരുടെ അടുത്ത് പോയി കുട്ടികളെ ഉണ്ടാവാൻ എനിക്ക് താല്പര്യമില്ല. നീ എന്താടി തങ്ങളെ കുറിച്ച് പറഞ്ഞത്? എന്താടി പറഞ്ഞേ? നിന്റെ നോവം പുഴുത്തു പോവുള്ളൂ. ആ തങ്ങൾ എന്താ ചെയ്തെന്ന് വാപ്പാക്ക് അറിയോ? വാടി, തങ്ങള് ഞങ്ങളോട് എല്ലാം പറഞ്ഞു. അവനങ്ങട് വരച്ചങ്ങട് വലിഞ്ഞേറി വന്നിട്ട് അവള് ഭരിക്കാൻ വന്നേക്കണു. അവളുടെ ഒരു ബുക്കും ഒടുക്കത്ത വായന വരച്ചടി വരട്ടെ. അവനങ്ങട് കാണിച്ചു തരാ ഞാൻ. കുട്ടാ, ഞാൻ തിരിച്ചു പോടാ. ഇവിടെ രക്ഷയില്ല. ആ വാടാ. സൗഖ്യമാ? ആ സെൽവാ, നീ എവിടെ പോണ്? അവൻ നാട്ടിൽ പോണു. നീ എപ്പോ വരും? ഇരിക്കടാ. അവനൊരു ചായ. அண்ணே இன்னைக்கு உங்களுக்கு வேலை பார்க்கல, ஏதோ ലോട്ടറി അടിച്ചാ? ലോട്ടറി അടിച്ചടിച്ചൊരു പരിപാടിക്കുക. ഇനി രക്ഷപ്പെടണ വല്ല നിധിയും കിട്ടണം. அண்ணே நிதி கிடைக்கும்ண்ணே, கண்டிப்பாக கிடைக்கும். ஊரில் சமீபத்தில் ஒரு ஃப்ரெண்ட் ஒருத்தர் இருக்கா. அவன் வீட்டில் கிணறு தோண்டும் போது அதில் முன்னோர்கள் யூஸ் பண்ணுற அந்த பழைய காலத்து பொருள் இல்லைன்னா புராவஸ்து. ஆமாண்ணே, அதுதானே. அதில் கோடிக்கணக்கில் எக்கச்சக்கமாக விலை மதிக்கிற பொருள் இருந்துச்சுண்ணே. அந்த பைத்தியக்காரன் அவனுக்கு மூளையில் எல்லாம் கவர்மெண்ட் சீஸ் பண்ணி போச்சு. സർക്കാരും കൊണ്ടുപോയി. ஆமாண்ணே. ഈ നിധിയൊക്കെ ഇപ്പോഴും ഉണ്ടാ? കാണും. அண்ணே எங்கே வேணா இருக்கலாம், இங்கே கூட வேணா இருக்கலாம். ട്രെയിൻ എത്ര മണിക്കാ? எனக்கு 6 மணிக்கு ட்ரெயின்னா. ഞാനിപ്പോൾ സമയമായല്ലോ. அண்ணே என்ன கொஞ்சம் டவுனில் விடுறீங்களா? ഞാൻ ഇവനെ കൊണ്ട് വിട്ടിട്ട് വരാം. சரிண்ணே, நான் கிளம்புறேன். എത്രയായി? ഞാൻ കൊടുത്തു. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇതെന്താ ഇവിടെ? ഇതെന്തും അങ്ങനെ സംഭവിച്ചിരിക്കണ? നീ എന്റെ കെട്ടിയോളോട് പോയി ചോദിക്കണ? കെട്ടിയോളോടാ? അല്ല, നീ നിന്റെ കെട്ടിയോളും കൂടി എന്താ തീരുമാനിച്ചേക്കണേ? ഞങ്ങളിവിടെ കിടത്തി പൊറപ്പിക്കൂലേ? ഉമ്മ എന്തൊക്കെയാ പറയണേ? എന്താ പ്രശ്നം എന്താണ്? നീ കണ്ടുപിടിച്ച പെണ്ണ്, അവളുടെ ഇഷ്ടങ്ങൾക്ക് പെൺകോന്തനായിട്ട് നീ നിന്നോ. ഞങ്ങളാ കിടത്തി പെടുത്താൻ നിൽക്കണ്ട. ഏത് കിണത്തില്? ഉമ്മ ഈ തലയും മാലില്ലാതെ സംസാരിക്കാത്ത കാര്യം എന്താന്ന് പറ. അവളെ എന്ത് ഭൂകമ്പുണ്ടാക്കി നീ പറഞ്ഞത്? നീ കണ്ടില്ലടാ, ആ പാവം വാപ്പ പണിക്കരെ വിളിപ്പിച്ച് ചെയ്യിപ്പിച്ച കളം അവള് മൊത്തം കഴുകി കളഞ്ഞു. ആ പണിക്കർക്ക് എത്ര രൂപ കൊടുത്തതാ? ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടടാ? നീ എന്തിനും മറ്റുള്ളവരുടെ കാര്യത്തിൽ കൈയെടുത്തണത്? വെറുതെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. അപ്പൊ ഇക്ക കണ്ടതല്ലേ ഇവര് കാണിച്ചു വിടണക്ക? അവര് കാണിച്ചു വിടുന്നതിന് അവരും പടച്ചോനും തമ്മിലായിക്കോളും. അതിൽ നീ ഇടപെടണ്ട. അതുകൊണ്ടൊരു കാര്യമില്ല. എന്നാ പോവാ. ഷൗക്കത്തൊക്കെ വീട്ടിലല്ലേ? ഇല്ല, ഇക്ക ജോലിക്ക് പോയേക്ക. ഇനി നേരെ വീട്ടിലേക്കല്ലേ? ആ, വീട്ടിലേക്ക്.
എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? എന്ത് തഥാ? നിനക്ക് ആ ഷഹനാനായിട്ട് എന്താണ് പരിപാടി? ഷഹനായ? അപ്പൊ നിനക്ക് ഷഹനാന അറിയില്ല? ഇതുവരെ തന്നെ വിളിച്ചേ? മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോടാ. കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഈ തായും പ്രേമിച്ചല്ല കിട്ടിയേ. എന്റെയൊക്കെ നല്ല അന്തസ്സായിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചിട്ടാണ് എന്നെ കെട്ടിച്ചു കൊടുത്തത്. ആദ്യം നീ ഒരു ജോലി ഉണ്ടാക്കുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. എന്തൊരു ജോലി? ഒന്ന് പോയടി തഥാ. എപ്പോഴും അതെ. അൻസു ഡാ ചായ കുടിച്ചിട്ട് പോവാ. ഒന്നുമില്ല. ഷാനു, ആ അൻസി ആരാടി? അതും ഈ എൻ്റെ ഫ്രണ്ടാണ്. അൻസി ആരാണെന്നും മനസ്സിലാരാണെന്നും ഉമ്മാക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രേമമൊക്കെ ആർക്കാ ഇല്ലാത്ത? നീ നമ്മുടെ നെസിക്കുഞ്ഞുമാടെ മോളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് പ്രേമായിരുന്നു ആ ചെറുക്കനായിട്ട്. ആ ചെറുക്കനല്ലാണ്ട് കെട്ടൂല എന്ന് പറഞ്ഞ അവസാനം അവർ കെട്ടിച്ചും കൊടുത്ത് ഇപ്പൊ ഡിവോഴ്സ് ആയില്ലേ? അതുകൊണ്ട് നീ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിച്ച് തീരുമാനം എടുക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. മൻസൂറ ആ മോന്തക്കട
അഭിനയം വണ്ടി ഒരു മിനിറ്റ് ഇട്ടാ മുംബൈ ആരാണ്ട് വന്നിട്ടുണ്ട് എപ്പ വിളിക്കാട്ടോ. ആ സുമത്ത, എന്താ വിശേഷം? നല്ല വിശേഷം. എന്നെ ഷൗക്കത്ത് വിളിച്ചേർന്ന്, വിളിച്ചിട്ടാണ് ഇപ്പൊ കിട്ടണില്ലോ. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ആ ചെറുക്കന് ഹോസ്പിറ്റലല്ലാർന്ന്. ആര്? ഷൗക്കത്തോ? ഷൗക്കത്തല്ലടാ, അവന്റെ അളിയൻ സുമയുടെ ആങ്ങളെ ബർത്ത്ഡേ ആഘോഷിച്ചത്. ആറാമ്പറപ്പടാ. ഇപ്പോഴത്തെ പിള്ളേരെ എന്താ കാണിച്ചു വിടണേ? വല്ല വെളിയും വെള്ളിയാഴ്ചയുണ്ടാ? എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയേ? കേക്ക് ശിരസി കേറിയെന്നോ തലയുടെ ഞരമ്പ് പൊട്ടിയെന്നോ ഏതാണ്ടൊക്കെ പറയണ്ടർക്കാ. എനിക്കങ്ങ് അറിയാൻ പാടില്ല. എവിടെ അവനെവിടെ? ഹോസ്പിറ്റലാണോ? ഇന്ന് രാവിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പറയുന്നുണ്ട്. ഞാനാണോടാ നിന്നെ വിളിച്ചു പോയത് വന്നില്ലാന്ന് പറഞ്ഞിട്ട്. എന്താ ഒന്നാമത് അവരാകത്താണ് എനിക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളും കൂടി. പാരസേ എന്നെ പിടിച്ചാ അയക്ക അവൻ്റെ കൂട്ടുകാരാ. ഇതാണ് അവസ്ഥ. എന്തു ചെയ്യാ? ഞാൻ പോന്നുള്ളൂ. നിന്നെ കുറെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ. ചാർജ് ചെയ്യില്ല, നീ ഫോൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുക. നിന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു മിനിറ്റ് വന്ന്. അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ചാണ് ബില്ലടച്ചത്. പിന്നെ ചെറിയ സർജറി ചെയ്ത് ശരിയാവുന്നതാണ് അവർ പറയണത്. പക്ഷേ ചെറുതെന്നൊക്കെ അവർ ആദ്യം പറയും. നല്ലൊരു തുക കയ്യിൽ വേണം. അവരിപ്പോൾ എത്ര കാശ് ഉദ്ദേശിക്കണേ? അവർ പറഞ്ഞിരിക്കുന്നത് 7 ലക്ഷം രൂപയാണ്. എന്തെന്നൊരു പിടുത്തമില്ല. നീ സമാനം പറ, നമ്മളെ പയ്യനല്ലേ. ടെൻഷൻ അടിക്കണ്ട, സെറ്റാക്കാം. ശരി ഷൗക്കത്തെ, ഒരു മിനിറ്റ്. ഇതെന്താ സാധനം? അവരിപ്പോൾ ഒന്നും പറയൂലടാ. അതിനുള്ള ആളും സെറ്റപ്പൊക്കെ അവരുടെ കയ്യിലുണ്ട്. നടന്നു കഴിഞ്ഞാൽ ആള് വീതം 10 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ഇതുപോലെ അകത്ത് പോണ കേസാണ്. എടാ, അങ്ങനെ വിചാരിച്ചു വല്ല കാര്യം നടക്കുമോ? നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം. നമ്മുടെ കാര്യം നടക്കണ്ടേ? പിന്നെ നീ എന്തിനാ പേടിക്കണേ? നിൻ്റെ കൂടെ ഞാനില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എത്ര രൂപ ഇറക്കണ്ട്? അവരിപ്പോൾ ഒരു 3 ലക്ഷം രൂപ ചോദിക്കണേ. 2 ലക്ഷം രൂപയുടെ കാര്യം ഞാനേറ്റ്. 1 ലക്ഷം രൂപ നീ ഒപ്പിച്ചാൽ മതി. നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടി നടക്കൂല. കാര്യങ്ങൾ സ്പീഡാക്ക്.
ഡോക്ടർ എന്താ പറഞ്ഞേ? ഒരു ഓപ്പറേഷനും കൂടി ചെയ്താൽ ശരിയാവുന്ന. എന്നെ അമ്മായി വിളിച്ചായിരുന്നു, ഞാൻ അങ്ങനെയാ വിവരം അറിഞ്ഞേ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങാം. ഇത്താ ദ്വാ ചെയ്യണട്ടാ. കേറിയിരിക്കടാ. ആകെ നനഞ്ഞിരിക്കുക. എന്നാ നീ പറഞ്ഞ കാശ് വാങ്ങിച്ചു. നിന്നെ കണ്ടിട്ടാണ് ഈ ക്യാഷ് തന്നത്. കാര്യങ്ങളൊക്കെ അറിയാലോ, ഡീല് പറഞ്ഞ പോലെ അടക്കാം. ഒക്കെ കൃത്യമായിരിക്കും. ആ നടന്നാ മതി. എന്നാ ഓക്കെ, ശരി വാ. കാശിൻ്റെ ആവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. 2 ദിവസമോ? എങ്ങടാ പോണേ? അതൊക്കെ വന്നിട്ട് വിശദമായിട്ട് പറയാം. പിന്നെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, വ്യാഴാഴ്ച ഇവിടെ നേർച്ചയെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ നീ അവിടെ വരുന്ന് പോകേണ്ടി വരും. നീ പോയിട്ട് രാവിലെ തന്നെ തിരിച്ചു പോന്നോ? ഞാൻ ആ ഷെരീഫ് കാർഡ് ഓട്ടോ വിളിച്ച് പറയാം. അല്ലേക്ക, ഇങ്ങനൊരവസ്ഥയിൽ ഇവരെയും വീട്ടിൽ ഞാനെങ്ങനെ പോവാനാ? നീ പറയണമൊക്കെ ശരിയാണ്. ഞാനും നീയും പോയില്ല എങ്ങനെ? പിന്നെ ഉണ്ടാകാൻ പോണ പുകയിലെന്താണെന്ന് അറിയാലോ. സാരമില്ലേക്ക, ഞാൻ പൊക്കോളാം. പിന്നെ അൻസുൻ്റെ മരുന്ന് തീർന്നിരിക്കുക, എന്താ ചെയ്യുക? ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. എന്നാ ഈ മാല പണയം വെച്ചാലോ? എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. നമുക്ക് അടുത്ത ആഴ്ച തന്നെ എടുക്കാം. ഇനി എത്ര ദൂരമുണ്ട്? എനിക്കറിയില്ലടാ, അവനിക്കല്ലേ അറിയാമുള്ളൂ. நீங்களா? ஆமாண்ண. സൗഖ്യത്തെ കാശും കൊടുത്തേ.
ആകെ തന്നെയല്ലേ ആയിരിക്കും. വാ വാ വാ. ഇവിടെയുള്ള ഗ്ലാസ് മുഴുവനും പൊട്ടിച്ചല്ല. ഒരാള് വരുമ്പോ പോലും വെള്ളം കൊടുക്കാൻ ഗ്ലാസ് ഇല്ലാണ്ടായില്ല. அந்த மாடு எடுத்து வாடா. என்னடா அவ்வளவு அப்படி இருக்க? சீக்கிரம் வாடா. டேய் கீழே வைடா, கீழே வைடா. அடி சார் பாருங்க சார். சார் என்ன பண்ணிட்டு இருக்க சார்? செக் பண்ணா. அப்படியா? பரவாயில்ல சார். சார் நல்லா பாருங்க சார். டீல் முடிஞ்சதுக்கு அப்புறம் அப்படி இப்படி பேசக்கூடாது, புரியுதா? காசு தானே. இதில் 3 லட்சம் இருக்குதா? டே சப்பே பார்த்து வைடா. എന്തെവിടെ കാണിച്ചിട്ടിരിക്കുന്നത്? അസ്മാ, എടി അസ്മാ, ദേ വന്നെ. നിന്നോട് ഇവിടെ തുടച്ചിടാൻ പറഞ്ഞിട്ട് എന്താ ഈ കാണിച്ചിട്ടിരിക്കുന്നത്? അവളാ തുടച്ചത്. അവൾക്ക് എന്താ ധൃതി? അവൾ ഇവിടുന്ന് ഓടി ചെന്നിട്ട് വേണമല്ലോ ആ ചെറുക്കനെ എണീച്ചെടുക്കാൻ. ഇക്ക് ഞാൻ തുടയ്ക്കാം. വേഗം തുടക്കടി. ഒരു വൃത്തി മേനയില്ല. ഉസ്താന്മാരും തങ്ങൾമാരൊക്കെ വന്നതാണ്. എന്നിട്ട് അവള് തിരക്ക് പിടിച്ച് തുടച്ചു വെച്ചാണ് ശേല്. ചെയ്യണ ജോലി വൃത്തിയായിട്ട് ചെയ്യണ്ടേ?
അസ്സലാമലൈക്കും. ആ വാലൈക്കും സലാം. വാ വാ ഇരിക്കു നിങ്ങളെ. അസ്മാ വെള്ളം എന്തെങ്കിലും എടുക്ക. ഷൈന വന്നില്ലേടി? ഷൈനക്ക് എക്സാമാണ്. ടോയ്ലറ്റ് എവിടെയാ? പറയില്ല. ഞാനൊന്ന് ഞാൻ പറഞ്ഞോ? വേണ്ട കുഴപ്പമില്ല. ഓ അതെ, കടുപ്പം കുറച്ച് മധുരം കൂട്ടി ഒരു ചായ കണ്ട് എടുത്താ. പാലങ്ങോട്ട് കൂടുതലൊഴിച്ചോട്ടാ, തങ്ങക്കാണ്. അയാൾക്കാണെങ്കി ഞാൻ ചായ ഇടില്ല. എന്താടി, എന്താ നീ പറഞ്ഞേ? കൊറേ നേരായില്ല നീ തുടങ്ങിയിട്ട്. മോളെ ഒന്ന് മാറിയപ്പാ, ഒരു ഉപകാരവും ഇല്ലാന്നേ. വിശാശ് എന്നെ പോലെ സാറേ, ഒരു തലല്ല സാറേ, ഞാൻ അറിയാണ്ട് വന്ന സാറേ. എന്നെ പോലെ സാറേ, കെട്ടിക്കാരായ പിള്ളേരുണ്ട് സാറേ. ഒരു ഉറുപ്പിനെ പോലും ഞാൻ നോക്കിയാലോ. ആരാ നിന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട്? സാറേ ഇത് കേൾക്കണ്ട, ഹ്യൂമനോട് പറ്റിച്ചു. സാറേ അത് സെൽവമണി പറഞ്ഞിട്ട് പോകാണ് സാറേ. ആരാടാ സെൽവമണി? എന്റെ വീട്ടിൽ പോലും ആരെങ്കിലും സാറേ. ഇത് എന്നതാന്നാ പറഞ്ഞേ? നിങ്ങളത്തിന്റെ എന്തോ അല്ലേ? ഒന്ന് പിടിച്ചടാ. അതുകൂടി പോയമാരെ നീയൊക്കെ മലകേറി വന്നേക്കും. ആംബർഗ്രിസ്, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ തിമിംഗലത്തിന്റെ ഛർദി എന്ന ഇതൊന്നും ആ ഒരു കോപ്പുമല്ല, വെറും ഡമ്മിയാടാ, ഡമ്മി. എല്ലാത്തിനും അടി മേടിക്കാം. നാളെ നേരം വെളുക്കുമ്പോ നീയൊക്കെ ഇവിടെ നിന്ന് വിട്ടോളൂ. ആവശ്യം വരുമ്പോൾ നിന്നെയൊക്കെ ഞങ്ങൾ പൊക്കിക്കോളാം, കേട്ടോ? നീയൊക്കെ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഇവിടെ ആരും കേൾക്കാൻ പോണില്ല. പിന്നെ ഞാനൊക്കെ എന്ത് തെറ്റിയതാലും ഇവിടെ ആരും വിശ്വസിക്കാനും പോണില്ല. മനസ്സിലായ? ഫിഖഹില്ലാതെ കുഫറിൽ നീ മറമാടിടും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലല്ലാഹ്. ഇൽമിൻ കുടമുടച്ചിടും, ഷിർക്കിൻ കുട ചൂടിടും, ഹൽക്കിൽ ഹാല് മൂത്തിടും, ഹറാമിൽ കൊല്ലും മുടിച്ചിടും. ഈ മാതിരി ഒരു മാതിരി ശൈത്താൻ മാതിരിയാടിടും, മാതിരി പെരുമാതിരി മോയന്ത് മാതിരി ചാടിടും. ഈ മാതിരി ഒരു മാതിരി ശൈത്താൻ മാതിരിയാടിടും, മാതിരി പെരുമാതിരി മോയന്ത് മാതിരി ചാടിടും. നിങ്ങൾക്കൊക്കെ ഭ്രാന്തുണ്ടോ? ഇത് എന്റെ ബാധത്താണ്. ഇയാളെ പോലുള്ള വൃത്തികെട്ടന്മാരെ മുന്നിൽ നിർത്തി നിങ്ങൾ എന്റെ ബാധത്ത് ചെയ്താലും അത് പഠിച്ചു സ്വീകരിക്കൂല. ഇവക്ക് ഭ്രാന്താണ്. ഞാൻ പറയുന്നതിനും നിങ്ങൾ ചെയ്യുന്നതിനും പടച്ചോ സാക്ഷിയാണ്. ഇവളൊന്ന് വിളിച്ചോണ്ട് പോടി. ഇങ്ങോട്ട് വന്നേടി. വാപ്പ കൊല്ലം കുറെ ആയില്ലേ ഈ നേർച്ച നടത്താൻ തുടങ്ങിയിട്ട്. നഷ്ടങ്ങളല്ലാതെ എന്തെങ്കിലും ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടോ?
ഇത്തിരി സമാധാനമെങ്കിലും ഈ വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സദാസമയം നാം കൊണ്ട് ഉരുവിട്ടാ പോരാ. അതിന്റെ അർത്ഥം അറിഞ്ഞ് പഠിച്ച തമ്പുരാനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയണം. അപ്പോഴേ ഒരു സത്യവിശ്വാസിയാകും. പിന്നെ എന്തിനാ നിങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടണത്? നിർത്തണേ, നീ എന്താ പറഞ്ഞേ? എന്തിനാന്നാ? നിനക്ക് നിന്റെ അനിയന് വേണ്ടിട്ടാടി ഈ നേർച്ച നടത്തണത്. എനിക്കും എന്റെ അനിയനും വേണ്ടിട്ടേ നിങ്ങൾ ഈ വക കൂത്തൊന്നും നടത്തണ്ട. എനിക്കും എന്റെ അനിയനും പഠിച്ചവനുണ്ട്. വെറുതെ അല്ലടി നീ പ്രസവിക്കാതെ പോയത് മൊച്ചി. കഴിഞ്ഞ തൻ്റെ കച്ചവടം ലക്ഷങ്ങൾ ഉണ്ടാക്കലൊക്കെ എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ടും എന്നെ ചതിക്കുന്ന എനിക്ക് എങ്ങനെ തോന്നിയടോ? തന്നെ അറിയുന്നവരൊക്കെ പറഞ്ഞതാ താൻ ചതിക്കും ഫ്രോഡാണെന്ന്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചു. എന്റെ ഗതികേടുകൊണ്ട്. നീ എന്തൊട്ട് കോപ്പിനെ വർത്തനാണ് പറഞ്ഞേ? ഞാൻ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ വന്നേ. നിനക്ക് ലാഭം ഉണ്ടാക്കി തരാനല്ലടാ. നീ 1 ലക്ഷം രൂപ എടുത്തോളൂ. എന്റെ 2 ലക്ഷം രൂപ പോയത്. അപ്പൊ അതിന്റെ കാശല്ലേ? നിന്റെ കാര്യം നോക്കണം. അവനവനെ കാര്യം നോക്കണവൻ. അവൻ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കണവൻ. ഹലോ ഹലോ സുമി, സുമി എന്താ? നീ കരയാതെ കാര്യം പറ. എന്താ? വാട്സപ്പ് ഒന്ന് നോക്കിയേ. ആ വാട്സപ്പ് ഒന്ന് എടുത്ത് നോക്ക്. നോക്ക്. الحمد